Good morning students, welcome back to my video class. Page number 71 first question ആണ്. A box contains 6 black and 4 white balls. If a ball is taken from it, what is the probability of it being black? What is the probability of it being white? അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ പറയാം. ഒരു ബോക്സാണ്. ആ ബോക്സ് ബോക്സ് ഉണ്ട്. അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ട് 6 ബ്ലാക്ക് ആണ്. 6 ബ്ലാക്ക് ബോളും 4 വൈറ്റ് ബോളും. ബോക്സ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. അങ്ങനെ ആണെങ്കിൽ തന്ന ടോട്ടൽ കാണാം. ടോട്ടൽ എത്രയായിരിക്കും? 10. ടോട്ടൽ എഴുതാം. ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതി. ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ബി ബ്ലാക്ക് എന്ന്. പ്രോബിലിറ്റി ഓഫ് ബി ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്കിൻ്റെ പ്രോബിലിറ്റി ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇക്വേഷൻ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ളത് ബ്ലാക്കാണ്. ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതാം. ബ്ലാക്ക് 6 ആണ്. ബൈ ടോട്ടൽ എത്രയാണ്? 10. ക്യാൻസൽ ചെയ്ത് 6ലും 10ലും ക്യാൻസൽ ചെയ്യാൻ പറ്റിയ നമ്പർ കോമൺ ആയിട്ട് 6ലും 2 3 ടൈംസും 10ൽ 2 5 അങ്ങനെ ക്യാൻസൽ ചെയ്യാം. ചില കുട്ടികൾക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലും മതി. രണ്ടിലും കോമൺ ചെയ്യാം. രണ്ടിലും കോമൺ ആയിട്ട് പോണ നമ്പർ 2 ആണ്. 2 6ൽ 3യും 5ൽ 10ൽ 5 ആണ്. എന്നിട്ട് ആ 3യും 5ഉം കൂടെ 3/5 എഴുതാം. അങ്ങനെ ചെയ്യാം. ചിലവർക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ സെക്കൻഡ് പ്രോബിലിറ്റി ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റ് ആവുമ്പോൾ ഇതേമാതിരി ഫേവറബിൾ ഔട്ട്കം. വൈറ്റിൻ്റെ ഫേവറബിൾ ഔട്ട്കം. വൈറ്റ് ഇവിടെ നമുക്ക് എത്രയാണ്? 4 ആണ്. വൈറ്റ് ടോട്ടൽ എത്രയാണ്? 10. ക്യാൻസൽ ചെയ്ത് എഴുതുന്നവരാണെങ്കിൽ 2/5 ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഏതാണ് നമ്മുടെ ചോദ്യത്തിൽ ഏതാണ് ഉദ്ദേശിച്ചത്? ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിൻ്റെ എണ്ണം ബൈ ടോട്ടൽ ചെയ്യുക. വൈറ്റ് ആണ് ഉദ്ദേശിച്ച് വെച്ചാൽ വൈറ്റ് എത്ര എണ്ണമാണോ അതേ ബൈ ടോട്ടൽ. അത് ക്യാൻസൽ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബിലിറ്റി കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 71 തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. There are 3 red balls and 7 green ball in a bag. ഇപ്പോൾ ഒരു ബാഗിൽ എത്രയാണ്? 3 റെഡും 7 ഗ്രീൻ ബോളും ആണ്. ആൻഡ് 8 റെഡ് ആൻഡ് 7 ഗ്രീൻ ബോൾ ഇൻ അനദർ. ഇപ്പോൾ 2 ബാഗാണുള്ളത്. അപ്പോൾ 2 ബാഗ് കാണിച്ചു വെക്കാം. അതിൽ ഫസ്റ്റിൽ 3 റെഡും 7 ഗ്രീനുമാണ്. എന്നിട്ട് ടോട്ടൽ എഴുതി വെക്കാം 10. അതുപോലെ സെക്കൻഡ് ബാഗിൽ 8 റെഡും 7 ഗ്രീനുമാണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 50. അങ്ങനെ എപ്പോഴും ഒരു ബാഗ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ടോട്ടൽ എഴുതി വെക്കും. ടോട്ടൽ എഴുതി കഴിഞ്ഞിട്ട് ഇനി അതിലെ ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്? അപ്പോൾ ഫസ്റ്റ് ബാഗ് നമുക്ക് ഫസ്റ്റ് ബാഗിനെ കുറിച്ച് മാത്രം ആദ്യം ചെയ്യാം. ഫസ്റ്റ് ബാഗിൽ പ്രോബിലിറ്റി ഓഫ് റെഡ് ബീയിങ് റെഡ്. ഇപ്പോൾ റെഡിൻ്റെ എണ്ണം ടോട്ടൽ 3 ആണ്. ബൈ 10. ഇനി ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുക ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അതവിടെ വെച്ച് വെക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ബാഗ് പ്രോബിലിറ്റി സെക്കൻഡ് ബാഗാണ്. പ്രോബിലിറ്റി ഓഫ് റെഡ് സെക്കൻഡ് ബാഗിൽ 8 റെഡും 7 ഗ്രീനും ആണുള്ളത്. അപ്പം 8/50. ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇല്ല. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രണ്ടും അങ്ങനെ എഴുതാം. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചത് ഫസ്റ്റ് ബാഗിൽ റെഡിൻ്റെ പ്രോബിലിറ്റിയും സെക്കൻഡ് ബാഗിലെ പ്രോബിലിറ്റിയും ചോദിച്ചു. ഇനി നിങ്ങളോട് പറഞ്ഞു ഇഫ് ഓൾ ദ ബോൾസ് ആർ പുട്ട് ഇൻ ടു എ സിംഗിൾ ബോൾ. ഈ 2 എണ്ണം കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബാഗിലേക്ക് ഇടണം. ഫസ്റ്റത്തെ 3 റെഡും 8 റെഡും കൂടെ ടോട്ടൽ 11 റെഡാക്കി എഴുതി. അതുപോലെ 7 ഗ്രീനും കൂടെ 14 ഗ്രീനാക്കി. അപ്പോൾ ടോട്ടൽ എത്രയും മാറും? 25 ആയി മാറും. അങ്ങനെ
ഫസ്റ്റ് ബാഗ് ഓപ്പൺ ആക്കി സെക്കൻഡ് ബാഗ് ഓപ്പൺ ആക്കി ഒരു ബാഗിലേക്ക് സിംഗിൾ ബാഗിലേക്ക് ആക്കി ഇട്ടു. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ? ഇതിൽ നമുക്ക് റെഡ്. അപ്പം ഇതിലെ റെഡിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? രണ്ടും കൂടെ സിംഗിൾ ബാഗിലാക്കിയതിന് ശേഷം റെഡിൻ്റെ പ്രോബിലിറ്റി 11 ആണ്. 11/2. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഏതാണോ ചോദിച്ചത് അതിൻ്റെ പ്രോബിലിറ്റി എഴുതാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഓരോ ബാഗിൻ്റെ വെവ്വേറെ കാണാം. പിന്നെ പറഞ്ഞത് പുട്ട് ടുഗദർ ഇൻ എ സിംഗിൾ ബാഗ്, രണ്ടും കൂടെ ഒരു സിംഗിൾ ബാഗിലേക്ക് ഇട്ടു. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, വൺ ഈസ് ആസ്ക്ഡ് ടു സേ 2 ഡിജിറ്റ് നമ്പർ. എന്താണ് പറഞ്ഞത്? 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ നിങ്ങൾക്കറിയാം 2 ഡിജിറ്റ് നമ്പർ. 1 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 വരെയാണ് വരിക, 1 to 9 വരെ. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പറോ 10 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ഡിജിറ്റ് നമ്പർ 0 വേണമെങ്കിൽ ഉപയോഗിക്കാം, 0, 1, 2, 3, 9 വരെ ഉപയോഗിക്കാം. 1 ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 10 സ്റ്റാർട്ട് ചെയ്യും, 99 വരെയാണ്. 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ 100 മുതൽ 999 വരെ. അപ്പം നമുക്കറിയാം അരിത്മെറ്റിക് സീക്വൻസിൽ നമ്പർ ഓഫ് ടേംസ് കാണാനൊക്കെ അറിയാം. എന്തായിരുന്നു നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ? xn മൈനസ് x1/d+1. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. xn മൈനസ് x1/d+1 ആണ് നമ്പർ ഓഫ് ടേംസ് കാണാം. ഇവിടെ എന്താണ് ഏതിൻ്റെ നമ്പർ ഓഫ് ടേംസ്? വൺ ആസ്ക് ദ 2 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പം 2 ഡിജിറ്റ് നമ്പർ ചോദ്യത്തിലുള്ള 2 ഡിജിറ്റ് നമ്പർ എഴുതും. എന്താണ് 2 ഡിജിറ്റ് നമ്പർ? 10 സ്റ്റാർട്ട് ചെയ്യും, 11, 12 എക്സെട്ര 99 വരെ. നിങ്ങൾക്കറിയാം ഇതിൽ എപ്പോഴും ലാസ്റ്റ് ടേമിന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തിട്ട് 1 ആഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് ടേംസ് കാണാം. നമുക്ക് നോക്കാം. 99 ഫസ്റ്റ് ടേം മൈനസ് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് 1 ആയതുകൊണ്ടാണ്. അപ്പോൾ എത്രയാണ്? 89 + 1, 90 ടേംസ്. നമ്പർ ഓഫ് ടേംസ് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ടേം 90 ആണ്. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബീയിങ് പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. അറിയുന്ന എന്താണ്? 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ 1 ഈസ് എ പെർഫെക്റ്റ് നമ്പർ. 2 സ്ക്വയർ 4. അപ്പോൾ 4 പെർഫെക്റ്റ് നമ്പർ. 3 സ്ക്വയർ 9. ഇങ്ങനെയാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് വരിക. പക്ഷേ ഇവിടെ 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഇടയിലുള്ള പെർഫെക്റ്റ് നമ്പേഴ്സ് ഏതാണ്? 9 വരെ 2 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പോൾ അടുത്തത് 4 സ്ക്വയർ. 4 സ്ക്വയർ 16. 5 സ്ക്വയർ ആണെങ്കിൽ 25. ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം. 30 വരെ സ്ക്വയേഴ്സ് പഠിച്ചതാണ്. അപ്പോൾ ആ 30 വരെയുള്ള സ്ക്വയേഴ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആവും വേണം. പെർഫെക്റ്റ് നമ്പേഴ്സ് എന്തായിരിക്കണം? 2 ഡിജിറ്റ്. അപ്പോൾ എന്താ പെർഫെക്റ്റ് നമ്പേഴ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന? 16, 25. 6ൻ്റെ സ്ക്വയർ ആണ് 36. പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 36 കഴിഞ്ഞ പെർഫെക്റ്റ് ഏതാ? 7ൻ്റെ സ്ക്വയർ 49 ആണ് വരിക. 8ൻ്റെ സ്ക്വയർ 8 64 ആണ്. 9ൻ്റെ സ്ക്വയർ 91. 9ൻ്റെ സ്ക്വയർ 81 ആണ്. 10ൻ്റെ സ്ക്വയർ ആകുമ്പോൾ 100 ആവും. അപ്പോൾ അത് 3 ഡിജിറ്റ് നമ്പറായി. സ്ക്വയർ നമ്പർ എഴുതി വെക്കുക. 16, 25, 36, 49, 64, 81. ഇനി നമ്മളോട് ചോദിച്ചത് പ്രോബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എത്ര എണ്ണമാണെന്ന് എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6 ആണ്. 6 ബൈ ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പർ 90. അപ്പോൾ 6 ബൈ 90 ആണ്. 6 ബൈ 90 ക്യാൻസൽ ചെയ്യുമ്പോൾ 6 എത്രയാണ്? 90ൽ 6ൽ 6 1 ആണ്. 90ൽ എത്ര വരും? 90ൽ 1, 30ൽ 5, 1/5. എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 2 എന്തായാലും പോവും. 3, 45 ആണ്. വീണ്ടും 3 ചെയ്യാം. 3ൽ 1 ആണ്. 45ൽ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 50ൽ 5. അപ്പോൾ 115 ആണ്. അപ്പോൾ 1/15. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? പ്രോബബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ട 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതാണ്? 2 ഡിജിറ്റ് നമ്പേഴ്സ് അത് എത്ര ഉണ്ട് എന്ന് ചോദിക്കുക. എളുപ്പമായിട്ട് ചെയ്യണം. ലാസ്റ്റ് നമ്പറിന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്തിട്ട് 1 ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസിൽ ലാസ്റ്റ് ടേമിന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 + 1 ഇടുക.
ഇവിടെ ലാസ്റ്റ് ടേം 99 നിന്ന് ഫസ്റ്റ് ടേമായ 10 മൈനസ് ചെയ്തു. 1 കോമൺ ഡിഫറൻസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. 99 10 മൈനസ് ചെയ്ത് 89ഉം 1ഉം 90 കിട്ടി. നമ്പർ ഓഫ് ടേംസ് കിട്ടി. ഇനി പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതാണ്. 1ന്റെ സ്ക്വയർ 2 ഡിജിറ്റ് നമ്പർ അല്ല, 1 2ന്റെ സ്ക്വയർ 4 2 ഡിജിറ്റ് നമ്പർ അല്ല. പിന്നെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 4 സ്ക്വയർ 2 ഡിജിറ്റ് നമ്പറാണ് 16 സ്റ്റാർട്ട് ചെയ്തിട്ട് 9ന്റെ സ്ക്വയർ 81 വരും. 10ന്റെ സ്ക്വയർ നമുക്ക് 3 ഡിജിറ്റ് നമ്പർ ആയി പോകും. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രം നോക്കുക, എന്നിട്ട് അത് എഴുതുക 590. അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് സിംപ്ലിഫൈഡ് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്പർ ഫ്രം 1 to 50 ആസ് റിട്ടേൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. ഒരു ബോക്സ് എടുത്തിട്ട് അതിൽ പേപ്പർ സ്ലിപ്സ് ഇടുക. പേപ്പറിൽ ഇങ്ങനെ നമ്പർ എഴുതിയിട്ട് നമ്മൾ ബോക്സിലിടുക. ഏത് വരെയുള്ള നമ്പേഴ്സ് എഴുതി? 1 to 50 വരെയുള്ള നമ്പേഴ്സ് എഴുതി ഒരു ബോക്സിൽ അങ്ങോട്ട് ഇട്ടു. എ സ്ലിപ്പ് ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു സ്ലിപ്പ് എടുക്കണം. ഒരു ബോക്സിൽ നമ്മൾ 1 to 50 വരെയുള്ള നമ്പേഴ്സ് ഇട്ടാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്ലിപ്പ് പുറമേക്ക് എടുക്കുക. അങ്ങനെയാണ്. ബട്ട് ബിഫോർ ഡൂയിങ് സോ വൺ മസ്റ്റ് ടേക്ക് എ ഗസ് അബൌട്ട് ദ നമ്പർ. നമ്മൾ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. ഐദർ പ്രൈം നമ്പർ ഓർ മൾട്ടിപ്പിൾ ഓഫ് 5. വിച്ച് ഈസ് ബെറ്റർ ഗസ്? വൈ? നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം. ഏതായിരിക്കും നിങ്ങൾ? പ്രൈം നമ്പർ ആയിരിക്കുമോ മൾട്ടിപ്പിൾസ് ഓഫ് 5 ആയിരിക്കും ഗ്രേറ്റ്? ഗസ് ചെയ്തിട്ട് പറയും. ഗസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത്? പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോബിലിറ്റി കാണുമ്പോഴാണോ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആയ നമ്പേഴ്സിൻ്റെ പ്രോബിലിറ്റി കാണുമ്പോഴാണോ ബെറ്റർ എന്ന് നിങ്ങൾ കണ്ടെത്തണം. ഏതായിരിക്കും ബെറ്റർ? നമുക്ക് നോക്കാം. നിങ്ങൾ ഗസ് ചെയ്തോളൂ. ഗസ് ചെയ്താൽ അധികം പ്രൈം നമ്പേഴ്സ് ആയിരിക്കും ബെറ്റർ. അപ്പം നമുക്ക് നോക്കാം, ശരിയാണോ നോക്കാം. ആദ്യം നമ്മൾ 1 to 50 ആണ് നമ്പേഴ്സാണ്. 1 എന്ന സ്ലിപ്പ്, 2 എന്ന സ്ലിപ്പ്, അങ്ങനെ 50 വരെയുള്ള നമ്പർ സ്ലിപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ സ്ലിപ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ 50 ആണ്. ഓക്കെ. ഇനി നമ്മളൊരു ചോദ്യം ഫസ്റ്റ് ഗസ് ചെയ്യാൻ പറഞ്ഞത് പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചതാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പറിന് എന്ത് ചെയ്യുക? ഓൺലി 2 ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ 2 ഫാക്ടേഴ്സ് ആയിരിക്കും. നമ്പർ ആൻഡ് 1 ഇറ്റ്സെൽഫ്. ആ നമ്പറും അതിൻ്റെ 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. എക്സാമ്പിളായിട്ട് ഫസ്റ്റത്തെ പ്രൈം നമ്പറായ ഈവൺ പ്രൈം നമ്പറാണ് 2. 2ന് നമുക്ക് എങ്ങനെ എഴുതാനേ പറ്റൂ? 2ന് 1 into 2, അതായത് 1ഉം നമ്പർ ഇറ്റ്സെൽഫും. അങ്ങനെ മാത്രം എഴുതാവുന്ന, അതായത് 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം 2, 3, 5. 5ന് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. 6 അങ്ങനെ എഴുതാൻ പറ്റില്ല. 7 1 into 7 മാത്രമേ എഴുതാൻ പറ്റില്ല. 8 പറ്റില്ല. 9, 11, 13, 17, 19, 23, 27, 29 ആണ്. 31, 37, 41, 43, 47. ഇത്രയും നമ്പേഴ്സ് എന്തായിരിക്കും? പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പോൾ 15 നമ്പേഴ്സ്. അപ്പോൾ പ്രോബിലിറ്റി എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് പ്രൈം നമ്പേഴ്സ് 15/50. ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ 5 എത്രയാണ്? 3/10. 3/10. ഇനി നമുക്ക് അടുത്തത് പ്രൈം നമ്പർ കഴിഞ്ഞു. മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പോൾ 5ൻ്റെ എഴുതാം. ഏതൊക്കെയാണ്? 1, 5 സ്റ്റാർട്ട് ചെയ്യാം. 5ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 5 മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടും. 1 5s are 5, 2 5s are 10, 3 5s are 50. അങ്ങനെ മൾട്ടിപ്പിൾസ് ചെയ്യും. ഇങ്ങനെ മൾട്ടിപ്പിൾസ് ചെയ്താൽ പ്രോബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 5. ഇത് മൾട്ടിപ്പിൾ ഓഫ് 5 കൗണ്ട് ചെയ്യുമ്പോൾ 10 നമ്പേഴ്സ് ഉണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ബൈ ടോട്ടൽ 50. 0 ക്യാൻസൽ ചെയ്ത് 1/5. അപ്പോൾ നമുക്ക് കിട്ടി 3/5ഉം 1/5. ഇതിൽ ഏതാണ് ഗ്രേറ്റർ? നോക്കിയാൽ തന്നെ പറയാം. ഡിനോമിനേറ്റർ സെയിം ആയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ
ന്യൂമറേറ്റർ നോക്കിയിട്ട് ഗ്രേറ്റർ പറയും. അപ്പോൾ ഏതാണ് ഗസ് ചെയ്തത്? പ്രൈം നമ്പർ ഈസ് ബെറ്റർ. പ്രൈം നമ്പർ ഈസ് ബെറ്റർ. പ്രോബിലിറ്റി ചെയ്യുമ്പോൾ അതായത് പ്രൈം നമ്പേഴ്സ് എഴുതി വെക്കുക, പ്രോബിലിറ്റി എഴുതുക, മൾട്ടിപ്പിൾസ് ഓഫ് 5 എഴുതുക, അതിൻ്റെ പ്രോബിലിറ്റി എഴുതുക. കണ്ടാൽ നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ നോക്കിയിട്ട് നമുക്ക് ഏതാണ് ഗ്രേറ്റർ എന്ന് പറയാം. ഓക്കെ, പേജ് നമ്പർ 71 തന്നെ 5th ക്വസ്റ്റ്യൻ ആണ്. എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബോൾ ആൻഡ് 7 ഗ്രീൻ ബോൾ. ബാഗിൽ എന്തുണ്ട്? 3 റെഡും 7 ഗ്രീനും. അപ്പോൾ തന്നെ ടോട്ടൽ കിട്ടി. ഇനി അനദർ കണ്ടെയ്ൻസ് 1 റെഡ് ആൻഡ് 1 ഗ്രീൻ മോർ. മോർ എന്ന് പറയുമ്പോൾ എത്രയെന്ന് പറഞ്ഞിട്ടില്ല, ഇതിനേക്കാൾ 1 കൂടുതലാണ്, 1 മോർ. അപ്പോൾ ബോക്സിൽ എത്ര ഉണ്ടാവും? 3നോട് 1 ആഡ് ചെയ്താൽ എത്ര വരിക? 3 + 1 എത്രയാണ്? 4 റെഡും 7നോട് 1 മോർ ആയതുകൊണ്ട് 5 ഗ്രീനും. നമ്മുടെ ടോട്ടൽ എഴുതാം. ടോട്ടൽ എത്ര വരും? 7നോട് 1 ആഡ് ചെയ്താൽ 8 ആണ്. ടോട്ടൽ 12 ആണ് വരും. 3 റെഡാണ്. 3 റെഡിനോട് 1 മോർ ആയതുകൊണ്ട് 4 റെഡും 7 ഗ്രീനോട് 1 മോർ ആയതുകൊണ്ട് 7 + 1 8 ഗ്രീനുമാണ് ഉണ്ടാവുക. എത്ര വരും? 12 ആണ് വരിക. ഇനി 2 ബോക്സ് കിട്ടി. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ. റെഡ് എത്രയാണ്? 3 ആണ്. 3 ടോട്ടൽ എത്രയാണ്? 10. സെക്കൻഡ് ബാഗിൽ പ്രോബിലിറ്റി ഓഫ് റെഡ് 4/12 ക്യാൻസൽ ചെയ്ത് 1/3. ഇനി നിങ്ങൾക്ക് 2 എഴുതി ഇതിൽ ഏതാണ് ഗ്രേറ്റർ? 3/10 ആണോ 1/3 ആണോ ഗ്രേറ്റർ? നോക്കുമ്പോൾ ഇനി നിങ്ങൾ പറയും ചിലപ്പോൾ 3/10 എന്ന് പറയും. പക്ഷെ ഇതിൽ ഏതാണ് ഗ്രേറ്റർ? 1/3. അപ്പോൾ ഇത് നോക്കാനുള്ള ഈസി മെത്തേഡ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഫസ്റ്റത്തെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 എത്രയാണ്? 9 ആണ്. 1 × 10 10 ആണ്. അപ്പോൾ 10 ഇവിടെയല്ലേ ഗ്രേറ്റർ. അപ്പോൾ ഗ്രേറ്റർ ആയതുകൊണ്ട് ഏതാണ് ഗ്രേറ്റർ? 1/3 ആണ് ഗ്രേറ്റർ. 1/3 ഗ്രേറ്റർ ആണെങ്കിൽ സെക്കൻഡ് ബാഗ് ഏതാണ് ബെറ്റർ? സെക്കൻഡ് ബാഗ് ആണ്. സെക്കൻഡ് ബാഗ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ദ സെക്കൻഡ് ബാഗ് ഈസ് ബെറ്റർ. സെക്കൻഡ് ബാഗിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാം? ബെറ്റർ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡിൻ്റെ കണ്ടുപിടിച്ചു, സെക്കൻഡ് ബാഗിൻ്റെ റെഡിൻ്റെ പ്രോബിലിറ്റി എഴുതി വെച്ചു. പക്ഷെ അത് ക്യാൻസൽ ചെയ്തു. 2 കൂടെ നോക്കുമ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ എവിടെയാണോ ഗ്രേറ്റർ ആ ഭാഗത്തുള്ള പ്രോബിലിറ്റി ആയിരിക്കും ഗ്രേറ്റർ. അപ്പോൾ ഇവിടെ 10 ആണ് ഗ്രേറ്റർ. അപ്പോൾ 1/3 ആണ് ഗ്രേറ്റർ. 1/3 ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? സെക്കൻഡ് ബാഗാണ്. അപ്പോൾ സെക്കൻഡ് ബാഗാണ് ബെറ്റർ ചോയ്സ്. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്രീൻ ചോദിക്കാം. ഗ്രീൻ ആണെങ്കിലോ ഗ്രീൻ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേമാതിരി ചെയ്ത് പഠിക്കാം. പ്രോബിലിറ്റി ഓഫ് ഗ്രീൻ എത്രയാണ്? ഗ്രീൻ വരിക 7/10 ആണ്. സെക്കൻഡിൽ ഏതാ പ്രോബിലിറ്റി ഓഫ് ഗ്രീൻ എത്ര വരിക? ഗ്രീൻ 8/12 ആണ്. ക്യാൻസൽ ചെയ്തപ്പോൾ 4 2 ആണ്. 2/2 ക്യാൻസൽ ചെയ്തു. ഇനി ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയി. ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയെങ്കിൽ ഗസ് ചെയ്ത് നോക്കാം ഏതാണ് ഗ്രേറ്റർ. ഇത് തന്നെയാണ് ഗ്രേറ്റർ. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 7 × 3 21, 10 × 2 30. അപ്പോൾ ഗ്രേറ്റർ ഫസ്റ്റ് ബോക്സ് ഫസ്റ്റ് ബാഗാണ് എന്ത്? ഗ്രീൻ എടുക്കുമ്പോൾ ബെറ്റർ. ഏത് ബാഗാണ് ബെറ്റർ? ഫസ്റ്റ് ബാഗാണ് ബെറ്റർ. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ദ ഫസ്റ്റ് ബാഗ് ഈസ് മോർ. ഫസ്റ്റ് ബാഗാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഗ്രീൻ്റെ കേസിൽ മോറായിട്ട് വരും. നോക്കി പഠിക്കും.